An element forms two oxides XO and XO2 containing 50% and 60% oxygen respectively. The ratio of masses of oxygen the ratio of masses of oxygen which combines with 1 gram of element is 2:3. The ratio of masses of oxygen which combines with 1 gram of element is 2:3. എഴുതിയോ? Next option. Hydrogen sulfide contains 5.89% of hydrogen. Hydrogen sulfide contains 5.89% hydrogen. Water contains 11.1% hydrogen. Water contains 11.1% hydrogen. And sulfur dioxide contains 50% oxygen. Sulfur dioxide contains 50% oxygen. Hydrogen sulfide contains 5.89% hydrogen, water contains 11.1% hydrogen, and sulfur dioxide contains 50% oxygen. Okay. Third option. 3.47 gram of barium chloride reacts with 2.36 gram of Na2SO4 to give 3.88 gram barium sulfate. നിങ്ങൾക്കത് വേർഡ്സിലാണ് കേട്ടോ, ഞാനിങ്ങനെ എഴുതുന്നേ ഉള്ളൂ. And 1.95 gram of NaCl. .47 gram of barium chloride reacts with 2.36 gram of Na2SO4 to give 3.88 gram barium sulfate and 1.95 gram NaCl. ഇത് ഏതിനെയാണ് ബേസ് ചെയ്യണേ? ക്ലിയർ ആയിട്ട് പറയുന്നത് ഏതിലോ ആയിരുന്നു ഇത്? ഈ ഡാറ്റ ഇപ്പോൾ തന്ന ഡാറ്റ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണല്ലേ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിനെ പറ്റിയിട്ടായിരുന്നു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ അടുത്ത ലാസ്റ്റ് ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി അല്ലാന്ന് നമ്മൾ എന്തായാലും ഉറപ്പിച്ചേ. ഓപ്ഷൻ ഡി 20 ml ammonia gives 10 volumes of nitrogen and 30 volume of hydrogen at constant temperature and pressure. 20 ml ammonia gives 10 volumes nitrogen and 30 volumes hydrogen at constant temperature and pressure. ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരാമോ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു ആൻസർ? സി അല്ല അല്ലേ? സി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. പിന്നെ ഏതൊക്കെ ലോ ആയിരുന്നു നമുക്ക് വേണ്ടത്? നമുക്ക് അറിയേണ്ടത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. വേറെ ഏത് ലോ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. അതൊരു പർട്ടിക്കുലർ ആളെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത്. പിന്നെ വേറെ ഏത് ലോ ആയിരുന്നു നിങ്ങൾ പഠിച്ചത്? ഇപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോ ലോ ഇതിൽ വരുന്നുണ്ടോ? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് ആൾക്കാർ. 20 ml ammonia gives 10 volume nitrogen and 30 volumes of hydrogen at constant temperature and pressure. ഏതാ ലോ? അവോഗാഡ്രോസ് ലോ. അപ്പോൾ സിയും ഡിയും അല്ല. ഓക്കെ. പിന്നെ എ ആണോ ബി ആണോ?
ഞാനപ്പോൾ പറഞ്ഞിരുന്നു ഹിൻറ്റ്, രണ്ടാൾക്കാരെ പറ്റിയാണ് മെൻഷൻ ചെയ്യണമെങ്കിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, അപ്പോഴും കാർബണും ഓക്സിജനും മാത്രമേ ഉള്ളൂ. പക്ഷേ 3 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തേർഡ് ഓപ്ഷൻ ബിയിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഹൈഡ്രജൻ സൾഫൈഡ്, വാട്ടറും വന്നിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടായില്ല? ഇതിൽ 2 പേരേ ഉള്ളൂ അല്ലേ? ആദ്യത്തെ ഓപ്ഷനിൽ സിയും ഡിയും അല്ലാന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി വി വിൽ ഗോ ടു ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ. ഇത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും എടുക്കുന്നെങ്കിൽ കാർബണും ഓക്സിജനും അങ്ങനെ 2 എലമെന്റ്സിന്റെ കാര്യം പറയണുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഹൈഡ്രജൻ സൾഫൈഡും വാട്ടറും അല്ലേ? സോ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുമ്പോൾ H2S, ഇയാള് H2O. എത്ര പേരുണ്ട് ഇതില്? ഒരെണ്ണം ഹൈഡ്രജൻ ആണ്, സെക്കൻഡ് എലമെന്റ് സൾഫർ ആണ്, തേർഡ് എലമെന്റ് ഓക്സിജൻ ആണ് അല്ലേ? 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് 2 എലമെന്റ്സിന്റെ കമ്പാരിസൺ ആണ് വന്നെങ്കിൽ ഇറ്റ് ഇസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. 3 എലമെന്റ്സിനെ തമ്മിലാണ് റിലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ. പഠിച്ചിട്ടില്ലേ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല. 2, അതായത് ഇപ്പൊ നമ്മൾ അത് ആക്ച്വലി നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അവഗാഡ്രോ ലോ, പിന്നെ ഗേ-ലൂസെക്സ് ലോ ഓഫ് കോൺസ്റ്റന്റ്, അവരിൽ നിന്നല്ലേ ഒരു ലോയും കൂടെ നമുക്ക് വരുന്നുണ്ട്. അത് എൻട്രൻസ് റിലേറ്റഡും ആണ് കേട്ടോ. ലോ ഓഫ് മൾട്ടിപ്പിൾ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇനി തെറ്റില്ലല്ലോ എവിടെയും. Something related to balancing of equation is always associated with law of കൺസർവേഷൻ ഓഫ് മാസ്. അപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും ആരൊക്കെ റിയാക്ട് ചെയ്തു, എത്രത്തോളം പ്രൊഡക്റ്റ് കിട്ടി, റിയാക്ടേന്റിൻ്റെ അത്രയും തന്നെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഐഡിയ തരുന്ന ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇപ്പം നിങ്ങൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഹിൻറ്റ് ഇതാണ്. ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്നുള്ളതാണ് വരണമെങ്കിൽ ഒരാളെ പറ്റിയിട്ടായിരിക്കും മെൻഷൻ ചെയ്യണം, ഒരു കോമ്പൗണ്ടിനെ പറ്റി. അതായത് കാർബൺ ഡയോക്സൈഡ് മാത്രം, ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഞാൻ കൊണ്ടുവരുന്നതായാലും നിങ്ങൾ കൊണ്ടുവരുന്നതായാലും ഇറ്റ് വിൽ ഓൾവേസ് കോൺസ്റ്റിറ്റ്യൂട്ട്, അത് എപ്പോഴും ഉണ്ടാകുന്ന H2O എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ്, എവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായാലും കാർബൺ ഡയോക്സൈഡ് എന്ത് തന്നെയാണ്? CO2 ആണ്, 44 ഗ്രാം ആണ്. അതാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും എന്ന് പറയുന്നത്. 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ആകുമ്പോൾ ത്രൂ ഔട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സെക്കൻഡ് ലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ കോൺസർവേഷൻ ഓഫ് മാസ്, അത് ബാലൻസിങ്. അതല്ലാതെ നമ്മൾ എലമെന്റ് കോമ്പൗണ്ട്സിന്റെ ഫോർമേഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലോ ഇപ്പം ഞാൻ പറഞ്ഞതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. സെക്കൻഡ് വൺ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിലധികം ആൾക്കാർ വന്നു അല്ലേ? അപ്പോൾ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. നമുക്കറിയാം ഓക്സിജൻ ക്യാൻ കമ്പൈൻ വിത്ത് കാർബൺ ടു ഗീവ് കാർബൺ മോണോക്സൈഡും തരും, കാർബൺ ഡയോക്സൈഡും തരും അല്ലേ? അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? വാട്ടർ കിട്ടാം, ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടാം അല്ലേ? നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് അങ്ങനെയൊക്കെ കിട്ടാം. അപ്പൊ 2 പേര്, അതായത് കമ്പൈൻ ചെയ്യുന്നത് 2 എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. ഇനി 2 പേര് കമ്പൈൻ ചെയ്തു, അതിലൊരാൾ മൂന്നാമതൊരാളായിട്ടും കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അണ്ടർ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ. ഈസിലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ലോ പറഞ്ഞത്. ഓക്കെ, സോ എന്താണ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. യു റൈറ്റ് ഡൗൺ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ്. It states that when two or more elements combine to form 2 or more compounds, when 2 or more elements combine to form 2 or more compounds, the different weights of one of the element
the different weights of one of the elements which combine with the fixed weight of the other, which combines with the fixed weight of the other, bear a simple whole number ratio to one another. A simple whole number ratio to one another. അതായത് ഇവിടെ H2 is combining with sulfur in hydrogen sulfide, and in water H2 is, അതായത് 2 atoms of hydrogen is combining with oxygen. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് ഹൈഡ്രജന്റെ മാസാണ് അല്ലെങ്കിൽ റേഷ്യോ ആണ്. പിന്നെ ഉള്ളത് ആരാ? ഇവർ തമ്മിൽ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഫിക്സ്ഡ് മാസായിട്ട് കമ്പൈൻ ചെയ്യുന്ന അതർ എലമെന്റ്സ് ദേ വിൽ ബെയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഒന്ന് പറയാമോ? ഏത് വരും നിങ്ങളുടെ ആൻസർ? എ ആണോ ബി ആണോ? ഏതാ വരിക? എ ആണോ ബി ആണോ? എയോ ബിയോ ഏതാ വരിക? റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ വരുമ്പോൾ ഏറ്റവും എളുപ്പം 3 പേരുണ്ടോ എന്ന് നോക്കാനാണ്. എയിൽ ആരൊക്കെയുണ്ട്? അത് രണ്ടും ഒരേ ആൾക്കാരല്ലേ, എക്സും ഓക്സിജനും. അതായത് 2 എലമെന്റ്സിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഏത് വരുമെന്നാണ് ഞാൻ പറഞ്ഞത്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷനും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വരും. ബി ആണെങ്കിൽ എന്ത് വരും? ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ വരും. സോ റൈറ്റ് ഡൗൺ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവരെ എടുക്കാം. കണ്ടോ, ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആരാ? കാർബൺ അല്ലെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ. പിന്നെ ഇവർ തമ്മിലൊരു റേഷ്യോ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഏത് ആൻസർ വരും? റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ഓപ്ഷൻ സി ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓപ്ഷൻ ഡി ആണെങ്കിൽ അവഗാഡ്രോസ് ലോസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ലോയിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പതുക്കെ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ.